കെടാമംഗലം കവിത സ്പോർട്സ് ആൻഡ് ലിഷർ ക്ലബ്ബ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കെടാമംഗലം ഏതൻബൈ കവിത ഓഡിറ്റോറിയത്തിൽ ക്ലബ്ബ് രക്ഷാധികാരി കെ.ഒ. വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷൈജു ജോയ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ അവാർഡുകൾ പറവൂർ മുനിസിപ്പൽ ചെയർമാൻ രമേശ് ഡി കുറുപ്പും ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സീന സജീവും വിതരണം ചെയ്തു. CA പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കാവ്യ വർഗീസ്, കീർത്തി വർഗീസ് എന്നിവരെയും B.Pharm-ൽ ഉന്നത വിജയം നേടിയ ശ്രീ നന്ദന ജിബുവിനെയും യോഗത്തിൽ മൊമെന്റോ നൽകി ആദരിച്ചു. എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഹെൽത്ത് സർവീസ് നോഡൽ ഓഫീസർ ഡോക്ടർ ദയ പാസ്കൽ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. സമ്മേളനത്തിൽ മുനിസിപ്പൽ കൗൺസിലർമാരായ CA രാജീവ്, ലിജി ലൈഘോഷ്, ജയ ദേവാനന്ദൻ, K രാമചന്ദ്രൻ, ഏഴിക്കര പഞ്ചായത്ത് അംഗങ്ങളായ വീണ അശ്വിൻകുമാർ, രജനി ചന്ദ്രമോഹൻ, TA മജീദ്, ജിൻഡ അനിൽകുമാർ, MS രതീഷ്, ക്ലബ്ബ് സെക്രട്ടറി MK വിക്രമൻ, കമ്മിറ്റി അംഗം സെൽവരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. പറവൂർ മുനിസിപ്പാലിറ്റിയിലെയും ഏഴിക്കര പഞ്ചായത്തിലെയും 10 വാർഡുകളിൽ നിന്നായി 10-12 പരീക്ഷകളിൽ വിജയിച്ച 200 കുട്ടികൾക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. പ്ലസ് 2 പാസ്സായ എല്ലാ കുട്ടികളെയും ആദരിക്കുകയും അനുമോദിക്കുകയും അതോടൊപ്പം അവർക്കും അവരുടെ രക്ഷാകർത്താക്കൾക്കും ഈ പാസ്സായ ഈ 15-17 വയസ്സായ കുട്ടികളെ വിളിച്ച് അവർക്ക് വേണ്ട ഒരു ബോധവൽക്കരണ ക്ലാസ്സും കൂടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനിവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ കുട്ടികളുമാണ്. ഈ 10 വാർഡിലുള്ള എല്ലാ കുട്ടികളും. ഇനി ഏതെങ്കിലും കുട്ടികൾ ഇതിൽ പെട്ടിട്ടില്ലെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് അങ്ങനെ പെട്ടിട്ടില്ലെങ്കിൽ അവരെയും കൂടി നമുക്കിതിന് പരിഗണിക്കാവുന്നതാണ്. ഒരു കുട്ടികളെ പോലും നമ്മളിതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കുട്ടികളെയും വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്താനായിട്ട് മുൻകൈയെടുത്ത ഇതിൻ്റെ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തകരെയും കമ്മിറ്റി അംഗങ്ങളെയും അതുപോലെ എല്ലാ മെമ്പർമാരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്തുകൊണ്ടാണ് എല്ലാ കുട്ടികളെയും വിളിക്കുന്നത്? ഈ ആദരവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം മറ്റുള്ളവരൊക്കെ എല്ലായിടത്തും A+ വാങ്ങി ഫുൾ A+ മാത്രമാണ് പരിഗണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കവിത ഗ്രൂപ്പ് ഇങ്ങനെ എല്ലാവരെയും വിളിക്കുന്നത്? അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം നമുക്കുണ്ട്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള വ്യക്തികൾ എല്ലാവരും ഫുൾ A+ പഠിച്ചവരല്ല. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാവരും വിജയിച്ചിട്ടുള്ളത് പ്രായോഗിക ബുദ്ധിയും അതുപോലെ ജീവിതത്തിലെ തിരിച്ചറിവുകളും അവസരങ്ങളെ കണ്ടെത്തുകയും അവ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയും ഒരവസരങ്ങളും നഷ്ടപ്പെടുത്താതെ കിട്ടിയ അവസരം അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നവരുമാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള വ്യക്തികൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടിക്ക് ഈ കവിതാ ഗ്രൂപ്പ് നേതൃത്വം നൽകുന്നത്. CA കാവ്യ വർഗീസിന് വേണ്ടി മാതാവും കവിത വർഗീസ് ഉപഹാരം ഏറ്റുവാങ്ങുന്നു. അദ്ദേഹം പറഞ്ഞു തന്നതിൻ്റെ ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഫുൾ A+ കിട്ടിയോണ്ട് മാത്രം ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. കുറച്ച് പരിചയവും വേണം, ജീവിതാനുഭവങ്ങൾ വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹം തന്നെയാണ്. ഒപ്പം കൂടെ എത്തുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കവിതയും. ഇവർ രണ്ടുപേരും കൂടിയാണ് സാധാരണക്കാരനായി ജീവിച്ച് ഇന്നിപ്പോൾ നഗരത്തിലെ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരായി മാറിയത്. അതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ്. നമ്മളെല്ലാവരും പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന വ്യക്തികളാണ്. ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്
SLCക്ക് +2 ഫുൾ A+ മാത്രം മേടിച്ച കുട്ടികൾക്കാണ് പല സ്ഥലങ്ങളിൽ അനുമോദനങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വേറിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ 5 വാർഡുകളും മുനിസിപ്പാലിറ്റിയിലെ 5 വാർഡുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഈ ഒരു അവാർഡ്ദാന ചടങ്ങിനെ കവിത സ്പോർട്സ് ആൻഡ് ലിഷർ ക്ലബിന്റെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. പ്രാദേശികമായിട്ടുള്ള മുനിസിപ്പൽ അംഗങ്ങളെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും അവരുടെ എല്ലാം സഹകരണത്തോടു കൂടി തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അവിടെയാണ് ഒരു ക്ലബിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ക്ലബിലേക്ക് ഒതുങ്ങാതെ തന്റെ സമൂഹത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കുക എന്നുള്ള വിശാലമായ ഒരാശയമാണ് നമ്മളിവിടെ നടത്തിപ്പോരുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് ക്ലബ് അംഗങ്ങളായ ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഞങ്ങൾ മറ്റുത്തരവാദിത്വം കൂടി ഇതിന്റെ ജനപ്രതിനിധികൾ കൂടി ഞങ്ങൾ ഏൽപ്പിച്ചു. അവരും ഭംഗിയായി നമ്മളും നിങ്ങളും ചേർന്ന് രക്ഷിതാക്കളും നമ്മൾ ഒരുമിച്ച് ഒത്തുകൂടുമ്പോഴാണ് വലിയ ഒരു മാതൃകാപരമായ ഒരു സംഭവമായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്. ചരിത്ര മുഹൂർത്തമാണ്. വാക്കുകൾ ചുരുക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ഭാവുകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാവോ? ആരാണ്? ഓർമ്മയുണ്ടോ? എന്താ ചേന്നമംഗലം? അത് തന്നെ, അത് ചേന്നമംഗലം കൂട്ടകൊലപാതക കേസിലെ പ്രതിയാണ്. ഋതു എന്ന പേരുള്ളയാള്. അദ്ദേഹം മാനസികമായ ചില പ്രശ്നങ്ങൾ ഉള്ള ആളായിരുന്നു. ലഹരി ഉപയോഗിക്കുന്ന ആളുകളായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? ഇവരെ അറിയോ? ആ കുട്ടീനെ അറിയോ? അത് ഡോക്ടർ വന്ദനാദാസാണ്. വന്ദനാദാസിനെ അറിയോ? കേട്ടിട്ടുണ്ടോ? നോക്കൂ, അവരൊരു ഡോക്ടറായിരുന്നു. എന്നെ പോലെ ഒരു ഡോക്ടർ. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പല മാതാപിതാക്കളെ പോലെയും രാവിലെ എഴുന്നേറ്റ് അങ്ങനെ ജോലിക്ക് പോയ ആളാണ്. പക്ഷേ അവരുടെ ജോലി സ്ഥലത്ത് വെച്ച് അവർക്ക് മുമ്പ് ഒരിക്കലും പരിചയമില്ലാത്ത ആദ്യമായി കാണുന്ന ഒരാളെ കൊണ്ട് അവര് കൊല ചെയ്യപ്പെട്ടു. അവരെ ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല. മുമ്പ് പറഞ്ഞ ഋതുവിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ആ കൊല ചെയ്യപ്പെട്ടവരാരും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നില്ല.